അഭിഭാഷകൻ അവരുടെ കുടുംബത്തിലെ അഭിഭാഷകനാണ് ദൃശ്യങ്ങളിൽ കണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബം ഏതെങ്കിലും രീതിയിൽ നിയമപരമായി ഇതിനൊരു സ്റ്റേ വാങ്ങുക, അത്തരത്തിൽ നിയമപരമായി എങ്ങനെയെങ്കിലും നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ? സ്നേഹ, കുടുംബം നിയമപരമായിട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഇനി നിയമപരമായിട്ട് പോകാനാണ് ആലോചിക്കുന്നത്? അല്ല, നിയമപരമായിട്ട് പോകുമല്ലോ, സ്വാഭാവികമല്ലേ, നിയമപരമായിട്ട് പോകും. അത് ഇന്ന് ആർ ഡി ഒ ആദ്യത്തെ കൺസേൺ ആദ്യം പറഞ്ഞു ഇതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ആർ ഡി ഒ പറഞ്ഞത്. ഇപ്പോൾ ആ കൺസേണൊക്കെ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് കേവലം CRPC മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. ആ ആർ ഡി ഒ ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമില്ല. അതൊക്കെ മാധ്യമ വർഷം മാത്രമാണ്. ഒരു വൈരുദ്ധ്യമില്ല. നമ്മൾ പോയിക്കോട്ടെ. ഇത് ചില വർഗീയ പരാമർശങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ഒരു വൈരുദ്ധ്യമില്ല. ചില വർഗീയ പരാമർശം, ചില ആളുകൾ വർഗീയമായിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? അവരെ ഏറ്റവും സ്നേഹിക്കുന്ന പിതാവിന്റെ കാര്യമാണ്. ഒരു വൈരുദ്ധ്യവും ഇല്ല. അല്ല, ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല, ചില ആളുകൾ ഇതിനെ വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോട് അപേക്ഷ പ്രതികരണം എന്താണ്? അല്ല, ഒരു വൈരുദ്ധ്യവും ഇല്ല. വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നുമില്ല. സ്നേഹ, ഈ ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല, ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി അല്ല അഭിഭാഷകൻ പോലും നൽകുന്നത്. അവരവരുടെ ഭാഗം കൃത്യമായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ കോടതിയിലേക്ക് പോകണോ അതോ സ്റ്റേഷനിലേക്ക് പോകണോ? സ്റ്റേഷനിലെ RDO ആയിട്ടുള്ള ചർച്ചയ്ക്ക്. അപ്പോൾ RDO യുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് അഭിഭാഷകനും ഈ രണ്ട് മക്കളും രാജസേനനും അതുപോലെ സനന്ദനും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ, അസാധാരണമായ സാഹചര്യങ്ങളാണല്ലോ ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു മറുപടിയൊന്നും ഇവരുടെ ഭാഗത്തു നിന്നില്ല. ഒരു തരത്തിലുള്ള വൈരുദ്ധ്യ മൊഴികളിലില്ല. എല്ലാ കാര്യങ്ങളും ഇവരുടെ ഭാഗം പൂർണ്ണമായിട്ട് ക്ലിയർ ആണ് എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ദൗത്യം. അതിനുവേണ്ടിയിട്ട് പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ, അതായത് നമുക്കറിയാം ഈ സംഭവം കഴിഞ്ഞ് വ്യാഴാഴ്ച 11 കൂടിയാണ് നാളെ സംഭവം നടക്കുന്നത്. ഈ 11 സംഭവം നടന്നതിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇവരുടെ മക്കൾ തന്നെ ഇവിടെ ഒരു പോസ്റ്റർ പതിക്കുന്നു. സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ പതിക്കുന്നു. ആ പോസ്റ്ററിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്ന കുറേയധികം നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാൻ മിസ്സിങ്ങിന് പോലീസ് കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നെയ്യാറ്റിൻകര SHO നൽകുകയും ചെയ്തതാണ്. ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഇതിനകത്തെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് സംവിധാനവും ജില്ലാ ഭരണകൂടവും കടന്നത്. ആ അസ്വാഭാവികത പൂർണ്ണമായിട്ട് ദൂരീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ പോലീസും RDO യും ജില്ലാ കളക്ടറും അടക്കമുള്ള സംഘം ഇവിടേക്ക് വന്നത്. പക്ഷേ ആ കല്ലറ പൊളിക്കാനായിട്ട് ഒരു തരത്തിലും സമ്മതിക്കാത്ത ഒരു നിലപാടാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചത്. അതായത് സമാധിയായി എന്ന് പറയുന്നത് അവിടെ അത് പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. വിശ്വാസപരമായിട്ട് അവരത് പൂജിച്ച് കഴിഞ്ഞ കാലം കുറേയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിയമത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഈ കുടുംബം സ്വീകരിച്ചത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതെ ഈ സാഹചര്യം വളരെ രമ്യമായിട്ട് വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്താൽ മാത്രമേ മറ്റൊരു തരത്തിലേക്ക് ഇത് പോകാതിരിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 2 ഇടങ്ങളിലായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കണ്ടതാണ്. അത് കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നോട്ടീസ് നൽകിയതിനു ശേഷം ഈ കല്ലറ ഇന്ന സമയത്ത് ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിന് നോട്ടീസ് നൽകും. അതിനുശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. സ്നേഹ.